പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവനെ അവിടുന്ന് ഓതുമ്പോൾ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? 6 സമയങ്ങളിൽ ആരെങ്കിലും സംസാരിച്ചാൽ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ, അല്ലാഹുവേ 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. 30 കൊല്ലം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുന്ന അലിയാർ നിങ്ങൾ പറയുകയാണ്. 6 സമയങ്ങളിൽ സംസാരിച്ചാൽ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. ആ 30 വർഷത്തെ അമല് നഷ്ടപ്പെടുത്തി കളയുന്ന 6 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ? ഖുർആൻ ഓതുന്ന സമയമാ. ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ച് ഓതിക്കൊണ്ടിരുന്നിട്ട് അതിന്റെ ഇടയിൽ ദുനിയാവിന്റെ കാര്യം പറയുന്നവന്, അതിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവന് 30 കൊല്ലം നീ ചെയ്ത അമലാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോൾ കരയണം ചെറുപ്പക്കാരാ, അതിന്റെ അർത്ഥം ചിന്തിക്കണം ചെറുപ്പക്കാരാ. അതിന് ആലിമാകണമെന്നില്ല, പണ്ഡിതനാകണമെന്നില്ല. ചില ആയത്തിന്റെ അർത്ഥം പഠിക്കാതെ തന്നെ മനസ്സിലാകുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇതിന്റെ അർത്ഥം ആരും പറഞ്ഞു തരണ്ട. എല്ലാവർക്കും അറിയാം മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹു പറയുന്നത്. അല്ലാഹുവേ, ആയത്ത് ഓതുമ്പോ ഞാൻ മരിക്കേണ്ടവനാണല്ലോ, മരണത്തിന് വേദനയുണ്ടല്ലോ എന്നോർത്തിട്ട് നമ്മളെ കൊണ്ടൊന്ന് കരയാകടിയുവോ? അല്ലാഹുവേ, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ സിറാത്തിനെ കുറിച്ച്, മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഭയപ്പെടുത്തുന്ന ആയത്തുകൾ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയുന്നില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു സൂറത്ത് ഓത് സഹാബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതാ പറയുകയാണ്. അവിടുന്ന് സ്വഹാബികൾ ഓതുകയാണ്, അവിടുന്ന് സ്വഹാബികൾ ഓതുകയാണ്. പടച്ചവനെ, മുത്തുനബി കരയാൻ തുടങ്ങി. സ്വഹാബി ഖുർആനിലെ സൂറത്ത് ഓതിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് കരഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ ഇരുന്ന് കരയുകയാ. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, സ്വഹാബാ, എന്തേ നിങ്ങൾ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ, ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതും പറഞ്ഞു, ഓതു സഹാബാ. അതേ സൂറത്ത് രണ്ടാമതും ഓതി. പ്രവാചകൻ കരഞ്ഞു, കൂടെ സഹാബത്തും കരഞ്ഞു. കരയാത്തവരോട് പിന്നെയും ചോദിച്ച്, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ. മുത്തുനബി അവരോട് പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, കരച്ചല് വരുന്നില്ലേ? ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്ക സ്വഹാബാ. അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരും സ്വഹാബാ. മഗ്രിബ് കഴിഞ്ഞ സീരിയലിന്റെ മുന്നില്, ടിവിയുടെ മുന്നിലിരുന്നിട്ട് സീരിയൽ കണ്ട് കരയുന്ന ഉമ്മ, നിനക്കിത് തിരിയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഈ സൂറത്ത് ഓതുമ്പോൾ ഒന്നുകിൽ നീ കരയണം, അല്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണം. നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. കരയാൻ കഴിയോ, കരയാൻ കഴിയോ? എപ്പോഴും ഉസ്താദന്മാര് ഓതുന്ന കേൾക്കുന്ന സൂറത്താ, നിനക്ക് കാണാതെ അറിയുന്ന സൂറത്താ. ഈ സൂറത്ത് ഓതിയിട്ട് കരവാപ്പാ. നാട്ടുകാരൻ വീട്ടുകാരെ കാണാറല്ല. പടച്ചവര് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ആയത്ത് ഓതിയിട്ടിരുന്ന് കരയണം വാപ്പാ. നിന്റെ പാപം അല്ലാഹു പുറത്തു തരികയാ. ഇന്ന് പ്രായം ചെന്ന വാപ്പയും അമ്മയും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഈ ഉമ്മാനറിയാ, ഇവള് പണത്തിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്, ഇവള് കരയുന്നത് കള്ളക്കരച്ചലാ. ഇതറിയുന്ന ഉമ്മയല്ലേ ഇരുന്ന് കരയുന്നത്, ഇതറിയുന്ന വാപ്പയല്ലേ ഇരുന്ന് കരയുന്നത്. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി വാപ്പാ? എന്തേ സംഭവിച്ചു പോയത്? നിന്റെ ഉമ്മയല്ലേ, നീ നല്ല ഒരു ഉമ്മാടെ മകനല്ലേ, ഒരു നല്ല ഉമ്മച്ചിയുടെ മകനല്ലേ. അല്ലാഹുവേ, നീ ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ ഉമ്മാനെ കണ്ടു വളർന്നവനല്ലേ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ നിസ്കാരപ്പായിലിരുന്നിട്ട് നിന്റെ ഉമ്മ യാസീൻ ഓതുമായിരുന്നല്ലോ, വാഖിയ ഓതുമായിരുന്നല്ലോ, സൂറത്തു സജദ ഓതുമായിരുന്നല്ലോ, സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നല്ലോ, സൂറത്തുർ റഹ്മാൻ ഓതുമായിരുന്നല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇത്രയും സൂറത്ത് ഓതുന്ന ഉമ്മാനെ കണ്ടു വളർന്നവന്, ആ ഉമ്മയുടെ വയറ്റിൽ പിറന്നവര്, എന്തേ വാപ്പാ നീ ഇന്നത് മറന്നുപോയത്? ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുകയാ. എത്ര പുണ്യമായ സമയമാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാ. എല്ലാവരും സീരിയലിന്റെ നടിമാരുടെ പേരറിയാത്ത ഉമ്മമാരുണ്ടോ? ഓരോ സീരിയലിന്റെ സമയവും അതിന്റെ നടിമാരെയും ഉമ്മമാർക്കറിയാ. എങ്കിലും പെങ്ങളെ, ഖുർആനിലെ ഒരു സൂറത്ത് അറിയുന്ന എത്ര ഉമ്മമാരാ? യാസീൻ തെറ്റാതെ കാണാതെ ഓതാനറിയുന്ന, സൂറത്തുൽ വാഖിയ ഓതാനറിയുന്ന, സൂറത്തുൽ മുൽക്ക് ഓതാനറിയുന്ന. ഇതൊക്കെ നിനക്ക് നേട്ടമുള്ള സൂറത്തല്ലു, ഇതൊക്കെ നിനക്ക് നേട്ടമുള്ളതാണ്. സൂറത്തുൽ വാഖിയ ഓതിയാ ദാരിദ്ര്യം മാറുമല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികളുമായി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മസ്ഊദ് തങ്ങളെ കാണാ വരികയാണ്. വല്ലാത്ത പ്രയാസമാണ്. പെരുമറഞ്ഞ പെമ്മക്കള് വളർന്നു നിൽക്കുകയാ. വിവാഹ പ്രായമെത്തിയ പെമ്മക്കള്, ഭാര്യയുണ്ട്. പടച്ചവനെ കയറി കടക്കാൻ ഒരു നല്ല വീടില്ല, കയ്യിലാണെങ്കിൽ പൈസയുമില്ല. ആ സമയത്ത് ഉസ്മാന് തങ്ങള് ചോദിക്കുന്നു, ഇബ്നു മസ്ഊദേ, കുറച്ചു പൈസ ഞാൻ തരട്ടെ, ഭാര്യക്കും മക്കൾക്കും പ്രയോജനം ചെയ്യുമല്ലോ. മസ്ഊദ് തങ്ങള് കിടന്ന് കരയുകയാ. ഉസ്മാനേ, എന്നോട് നീ ഇത് ചോദിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ ഭാര്യയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം എന്നോട് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നു, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹുവേ, ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പെമ്മക്കളെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല. ഈ സൂറത്ത് എന്റെ മക്കൾ ഓതാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കും. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പാ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. അമ്മമാരോട് എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും വാപ്പാ? ഇന്ന് നിനക്ക് ടെൻഷനാണ്. ആകെ
ആകെയുള്ളത് ഒന്നാണ് രണ്ടാണ് എങ്കിൽ 5 പെമ്മക്കളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് നിന്റെ വാപ്പാ. നീ പഴയ ആൾക്കാരെ നോക്ക്, പടച്ചവനെ 6ഉം 7ഉം പെമ്മക്കളെ കെട്ടിച്ചു വിട്ട വാപ്പമാരുണ്ടായിരുന്നു. പക്ഷേ നിനക്ക് ഒരെണ്ണവേ ഉള്ളു, വല്ലാത്ത ടെൻഷനാ. അതുകൊണ്ട് നീ രാപ്പകലുകൾ കിടന്ന് പരക്കം പായണ്ട. എന്റെ ഉമ്മമാരോട് പറയുന്നു, പൊന്നുമോളോട് പറ സൂറത്തിൽ വാക്യ ഓതാൻ. ഏതുമ്മ പറയാരാ? ഇന്ന് പൊന്നാര മകളുടെ കൂടെ ടിക്ടോക്ക് ചെയ്യുന്ന ഉമ്മയുടെ കാലമല്ലേ. 18 വയസ്സുകാരിക്ക് പക്വതയില്ലെന്ന് പറയാ, 18ഉം 20ഉം വയസ്സുള്ളവൾക്ക് പക്വതയില്ലെന്ന് പറയാ. 40 തികഞ്ഞ മുടി നിറച്ച കബറിൽ കാലും നീട്ടിയിരിക്കുന്ന എന്റെ ഉമ്മയ്ക്ക് പക്വതയായില്ലെങ്കിൽ അല്ലാഹുവേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിം പണ്ഡിതന്റെ അതാ ഔറത്ത് പോലും വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രമെടുത്ത് ആണുങ്ങൾ മുണ്ടുമടക്കി കുട്ടുന്നത് പോലെ അല്ലാഹുവേ തന്റെ വസ്ത്രമെടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ലൈക്ക് തെണ്ടുകയല്ലേ. വീടുകൾ തോറും കേറിയിറങ്ങിയിട്ട് പിച്ച തെണ്ടുന്നത് പോലെ അല്ലാഹുവേ ഏതെങ്കിലും ഒരു കോമാളിത്തരമെടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ട് ലൈക്ക് തെണ്ടുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, തെണ്ടിക്കോടി പൊന്നുമോളെ, നിനക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിയമങ്ങളൊക്കെ നിന്റെ ഭാഗത്താണ്. അല്ലാഹുവേ പറയാ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. പറഞ്ഞാ നിങ്ങൾ പടച്ചവനെ ഞങ്ങൾക്കെതിരെ തിരിയുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ ചെയ്ത് ചെയ്ത് എല്ലാം തീർന്നു കഴിയുമ്പോ വത്തകൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ലൈക്കൊക്കെ തെണ്ടി തീർന്നു കഴിയുമ്പോ അവസാനം തിരിച്ചങ്ങ് റബ്ബിന്റെ മുന്നിലേക്ക് ഒരു ദിവസം പോകുവടി പൊന്നുമോളെ. ഷെയർ ചെയ്തവൻ വരില്ലല്ലോ, ലൈക്കടിച്ചവൻ വരില്ലല്ലോ, കമന്റ്സ് ഇട്ടവൻ വരില്ലല്ലോ. അല്ലാഹുവേ ഒരാളും നിന്റെ കൂടെ വരില്ലല്ലോ. അന്ന് കാണാടി പൊന്നുമോളെ, അന്ന് കാണാമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സീരിയലിന്റെ ലോകത്താണ്. അല്ലാഹുവേ ഉസ്മാൻ തങ്ങളോട് പറയുകയാ, എന്റെ പെമ്മക്കളി സൂറത്ത് ഓതുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. എനിക്കുതിൽ യാതൊരു പ്രയാസവുമില്ല. എനിക്ക് 5 നയാ പൈസ വേണ്ട. ഈ സൂറത്താ പെമ്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സൂറത്തിൽ മുൽക്ക് ഖബർ പ്രകാശിക്കുന്ന സൂറത്താ. സൂറത്തുർ റഹ്മാൻ മലക്കുകളെ വീട്ടിലേക്ക് വരുന്ന സൂറത്താ. സൂറത്തുൽ ബഖറ ശൈത്താന്റെ ശർറ് പോകുന്ന സൂറത്താ. ഇതൊക്കെ അറിയാത്ത ഏത് മുസ്ലിമാ ഉള്ളത്? പക്ഷേ ഓതാറില്ലല്ലോ, സമയമില്ലല്ലോ, കരച്ചലാണല്ലോ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടുള്ള കരച്ചിലല്ലോ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെയായിരുന്നപ്പോ പണ്ടുള്ള പെങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. മഹ്ദി നഫീസത്തുൽ മിസ്രിയ, കാസർഗോഡിന്റെ പരിസരത്തുള്ള പെങ്ങള്, നിന്നെ പോലെ വികാരമുണ്ടായിരുന്നു, വിചാരമുണ്ടായിരുന്നു, മോഹങ്ങളുണ്ടായിരുന്നു. നിന്നെ പോലെ പച്ചയിറച്ചിയുള്ള പെണ്ണായിരുന്നു. നീ വിചാരിക്കുന്നു നീയാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളെന്ന്. എങ്കിലും നബീസാന അറിയുവോ? മിസ്റിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മിസ്റിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ, മിസ്റിന്റെ മാണിക്യവാ. പോയി നോക്കടി പൊന്നുമോളെ. ഇന്നും നഫീസത്തുൽ മിസ്രിയുടെ ഖബർ കാണാ ചെന്നാൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാ. വില കൂടിയ പൂക്കൾ കൊണ്ട് നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ പരിസരം മുഴുവനും അവിടെ അലങ്കരിച്ചിരിക്കുകയാ. ആ നഫീസത്തുൽ മിസ്രി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്ത് കേട്ടപ്പോഴാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ സൂറത്തുണ്ടല്ലോ, മുത്തുനബി കരയണമെന്ന് പറഞ്ഞ, മുത്തുനബി കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞ ഈ സൂറത്ത് ഓതിയിട്ട് അവിടെ നിന്ന് അർത്ഥം പറഞ്ഞപ്പോ
പ്രവാചകൻ അവിടെന്ന് ഓതുകയാണ് അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് ഓതി കഴിയുമ്പോ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണുമ്മ, നഫീസ ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവരെ വഴുത് കെടിഞ്ഞെല്ലാവരും പിരിഞ്ഞുപോയി. എന്തേ പറഞ്ഞത്? ഖബറിനെ കുറിച്ചാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാ, അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ ഈ സൂറത്താണ് അർത്ഥം പറഞ്ഞു കൊടുത്തത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പടച്ചവരെ തന്റെ കുടിലേക്ക് ഓടുകയാണ്. വീടിന്റെ അകത്തേക്ക് ഓടി ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, മുസല്ലയെടുത്ത് വലിച്ചെറിഞ്ഞു. വീടിന്റെ മൂലയിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ച സ്ഥലത്ത് ആരും കാണാതെ വീടിന്റെ അകത്ത് ഖബറ് കുഴിച്ചുമ്മാ. ഒരു പെണ്ണാരും കാണാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് അതിരാത്രി ആരും കാണാതെ തന്റെ വീടിന്റെ അകത്ത് ഖബറ് കുഴിക്കുകയാ. ഈ നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന് ധൈര്യമുണ്ടോ പള്ളിപ്പറമ്പിൽ പോയിട്ട് കുഴിയെടുക്കണ്ട, നിന്റെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കാൻ? നീ സീരിയൽ കണ്ടിട്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറ് കുഴിക്കുമ്പോ കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. കണ്ണുനീരിങ്ങനെ മണ്ണിലേക്ക് വീഴുകയാണ്. എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ കരയാതിരിക്കും? ഖബറല്ലേ കുഴിക്കുന്നത്, ഖബറല്ലേ കുഴിക്കുന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ അല്ലാഹുവേ, ഖബറ് കണ്ടാ കരയട്, ഖബറ് കണ്ടാ കരയട്. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ കരഞ്ഞുകൊണ്ട് ഖബറ് കുടിക്കുകയാണ്. തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഖബറിന്റെ അകത്ത് മണ്ണുപോലും നനയുകയാ. അല്ലാഹുവേ, എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി കിടത്തുവല്ലോ, എന്നെ ഇതിനകത്തിട്ട് മൂടുവല്ലോ. ഇതിനകത്ത് പാമ്പുകളുണ്ടല്ലോ, ഇതിനകത്ത് തേളുകളുണ്ടല്ലോ, ഇതിനകത്ത് പുഴുക്കളുണ്ടല്ലോ, എന്നെ തിന്നുവല്ലോ നഫീസത്തുൽ മിസ്രിയ കരയുകയാ. കാരണം വലിയ വലിയ പാമ്പുകളും തേളുകളും ഖബറിന്റെ അകത്തുണ്ടല്ലോ. പടച്ചവരെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയിട്ട് മൂന്നിന്റെ പലകയെങ്ങാടം മാറ്റിയാ കണ്ണു മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുവല്ലോ.
ചുണ്ട് പുഴുക്കുവല്ലോ. ദിവസങ്ങൾ കഴിയുമ്പോൾ ബലൂണ് വീർക്കുന്നത് പോലെ വയറ് വീർത്ത് വന്ന് പലകയിൽ ഇങ്ങനെ തട്ടിയിട്ട് പിന്നെ പൊങ്ങാ സമയമില്ലാതെ പൊട്ടിച്ചിതറുവല്ലോ. എന്തേ ചിന്തിക്കാത്തത്? നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന പെണ്ണ് കബർ കുടിക്കുമ്പോ കരഞ്ഞത് ഇത് പറഞ്ഞിട്ടാട്. അവസാന കബറിന്റെ പണിയങ്ങ് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാന കബർ ഉദ്ഘാടനം ചെയ്യണമല്ലോ. ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്, ഓടിച്ചെന്നിട്ട് ഒതുവെടുക്കുകയാണ്. മുസല്ല എടുത്തുകൊണ്ട് കബറിന്റെ അകത്തിറങ്ങി, സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ അകത്തിറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ച് 10,000 റക്അത്താ കബറിന്റെ അകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അല്ലാഹുവേ, അത് മാത്രമല്ല, വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് കബറിന്റെ അകത്ത് ഖുർആനുമായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അതിനകത്തിരുന്ന് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ 114 അധ്യായങ്ങള്, 6666 ആയത്തുകള് ആ കബറിന്റെ അകത്തിരുന്ന് ഓതാ തുടങ്ങി. 1 അല്ല 10 അല്ല 50 അല്ല 100 അല്ല 1000 അല്ല 4000 പ്രാവശ്യം ഖത്തമോദി തീർത്തുമ്മ. 4000 ഖത്തമാ ഓതിയത്. നീ ഒരെണ്ണ ഓതിയാ മതിയടാ ചെറുപ്പക്കാരാ. ഈ പ്രായത്തിന്റെ ഇടയില്, എടാ ഈ പ്രായത്തിന്റെ ഇടയില് 20ഉം 25ഉം 30ഉം തികഞ്ഞ ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുകയാ, അല്ലാഹു തന്ന 30 കൊല്ലത്തിന്റെ ഇടയില് എടാ ഒരു പേജ് വെച്ചെങ്കിലും ഓതാ കഴിഞ്ഞിട്ടുണ്ടോ? മോനെ, ഒരു ഖത്തമെങ്കിലും നിന്റെ ജീവിതത്തിൽ ഓതിയിട്ടുണ്ടോടാ? എങ്ങനെ രക്ഷപ്പെടാനാടാ ചെറുപ്പക്കാരാ? പെങ്ങന്മാര്, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, 4000 ഖത്തം കബറിന്റെ അകത്തിരുന്ന് ഓതി തീർത്തു. എല്ലാ ദിവസവും നോമ്പാണ്, രാത്രി ഉറങ്ങാതെ നിസ്കാരവും ഖുർആനും സ്വലാത്തുകളുമാണ്. അവസാനം അവിടെ നിന്ന് രോഗമായി അല്ലാഹുവേ വീടിന്റെ അകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിക്കുന്നു, മോളെ നഫീസ, എന്ത് കോലമാണ് നഫീസ, നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണ് കുടിഞ്ഞു പോയല്ലോ, എല്ലും തോലുമായല്ലോ. അല്ലാഹുവേ, എന്തിനാ നീ ഇങ്ങനെ ഉറക്കമൊഴിയുന്നത്? എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? ഓരോ ദിവസം ഇടപെട്ട് നിനക്കൊന്ന് നോമ്പ് പിടിച്ചുകൂടെ? നിനക്കൊരല്പനേരം ഉറങ്ങിക്കൂടെ? നഫീസ കരയുകയാ, നഫീസത്തുൽ മിസ്രിയ കരയുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? 30 കൊല്ലം ഞാൻ എന്തിനാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? 30 വർഷമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം നോമ്പുകാരിയായി മരിക്കാരാ. 2, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കണം. അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം. 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇതാണ്. കുടുംബക്കാര് പിരിഞ്ഞു പോയി, അവസാനം മരണമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥ വന്നപ്പോ നഫീസത്തുൽ മിസ്രിയ സ്വന്തമായിട്ട് മയ്യത്ത് കുളിച്ചു. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു അതാ മലക്കുൽ മൗത്തിനെ കാത്തു കിടക്കുമ്പോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു. നഫീസ,
എന്ന് ഇസ്രായേൽ വന്ന് വീടിന്റെ വെളിയിൽ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണമെന്നാണ്. എന്റെ പെങ്ങളെ മരിക്കുന്ന ദിവസം നോമ്പായിരുന്നടി മോളെ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. അല്ലാഹുവേ 30 കൊല്ലത്തെ ഒരു അഭിലാഷമാണ് നടന്നിരിക്കുന്നത്. കാലിന്റെ തള്ളവരിൽ നിന്ന് മലക്കുകൾ റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവേ 4000 പ്രാവശ്യം ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോദിയതല്ലേ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പെങ്ങളെ. മരിക്കുന്ന സമയത്ത് ഓതിയ ആയത്തേതാ? നിന്നെ പോലെ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് മരിക്കുമ്പോ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഓതിയ ആയത്തേതാ? ലഹും ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് പച്ചപ്പറവയെ പോലെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് സൂറത്തു തകാസുർ ഉണ്ടല്ലോ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽബൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യരോതുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണോതുമ്പോ അവളുടെ കണ്ണ് നിറഞ്ഞാൽ അവളുടെ പാപം അല്ലാഹു പൊറുക്കുകയാ. അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഖുർആൻ ഓതുന്നത് നിശബ്ദമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കാം. അല്ലാതെ ഖുർആൻ എടുത്ത് കൈ വെച്ച് കുറച്ചേരം ഓതും കുറച്ചേരം വേണ്ട, നരകത്തിൽ പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ എടുത്ത് കൈ വെച്ചിട്ട് നീ സംസാരിക്കരുത്. വീട്ടിലൊക്കെ അങ്ങോട്ട് ഖുർആൻ ഇടും. അതാണ് ഈ വയലിന്റെ സദസ്സുകളിലൊക്കെ ഖുർആൻ ഇടരുതെന്ന് മഹാന്മാര് പറയുന്നത്. വയലിന്റെ സദസ്സിലൊക്കെ ഇങ്ങനെ ഖുർആൻ വിടും, പിന്നെ ഇങ്ങനെ ബഹളവും. ആരാ കേൾക്കണേ? ആരാ ഖുർആൻ കേൾക്കണേ? ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ കളിയാക്ക. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് സംസാരിക്കരുത്. 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സൂറത്ത് ഓതുമ്പോ ഈ സൂറത്ത് ഓതുമ്പോ കരച്ചില് വരുന്നില്ലെങ്കിൽ അഭിനയിച്ചോ. അതാ റസൂലുള്ളാഹി തങ്ങൾ പറയാ അഭിനയിക്കാൻ, എങ്കിലും നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടും എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിനെ സ്നേഹിക്കേണ്ട മാസം. എല്ലാവരും വെക്കേഷനാണ്. ഈ വെക്കേഷന്റെ സമയത്ത് മക്കളൊക്കെ വെറുതെ നടക്കാം. നീ സ്കൂള് തുറക്കുമ്പോ പറയും സ്കൂളിൽ ട്യൂഷൻ മദ്രസ വിടൂല. ഇപ്പൊ എന്തോ പറയും തേരാപ്പാര ഇങ്ങനെ വെറുതെ നടക്കുന്നു, കളിച്ചും ചിരിച്ചും ആയുസ് കളയുന്നു. ഈ സമയത്ത് നിന്റെ മക്കളെ അൽഹംദുലില്ലാ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ പള്ളികളുണ്ട്. ഉസ്താദന്മാരൊക്കെ അവരൊക്കെ ഇൽമു പഠിച്ചവരല്ലേ, അവരുടെ ജോലിയല്ലേ. അവർ എപ്പോ നിങ്ങൾ ചെന്നാലും നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ അവര് തയ്യാറാ. അവർക്കൊരു മടിയില്ല അവര് പഠിപ്പിക്കാൻ. കാരണം അവരെത്രയോ വർഷം രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കണം, മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ വിട്ട് പഠിപ്പിച്ച് അപ്പമാരെ ഇങ്ങനെ ആയി പോയി. അപ്പൊ നീയേ പോയി നിന്റെ വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കാൻ നീ പഠിച്ചില്ല, നിനക്ക് അറിയത്തുമില്ല. നിന്റെ മോനെ കൂടെ എന്തിനാ പഠിപ്പിക്കുന്നത്? നീയേ ഇങ്ങനെ ആയിപ്പോയി. എന്തോ അന്നത്തെ കാലഘട്ടത്തിൽ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നീ മരിക്കുമ്പോ നിന്റെ മോനും അങ്ങനെ ആകാൻ പാടില്ലല്ലോ. മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. അതിനും വാടകയ്ക്കൊന്നും വിളിക്കണ്ട. അതിനും വാടക. മയ്യത്ത് കുളിപ്പിക്കാനും നാട്ടുകാര് മരിച്ചു കിടക്കുമ്പോ ഖുർആൻ ഓതാൻ മദ്രസ ചെയ്യുന്ന മുത്തഅല്ലിമീങ്ങൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ അവസ്ഥ ഇല്ലേ?
എന്നിട്ട് നിങ്ങളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, പണ്ട് ഞങ്ങളെയൊക്കെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുപോകും. അള്ളാഹുവെ പടച്ചോനെ, നമ്മുടെ രാത്രി 1 മണിക്കും 2 മണിക്കും ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അടുക്കിയിട്ടിരിക്കണ പോലെ മക്കളൊക്കെ അപ്പുറത്ത് കിടന്ന് സുഖം ഉറക്കം. നമ്മളും മയ്യത്തും. ഇതാ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം, അവർക്ക് വേണ്ടി യാസീൻ ഓതാൻ കഴിയണം, അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും. ഞാനിന്ന് വരുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് ബഹുമാനായ ഉസ്താദന്മാരെയൊക്കെ ഞാൻ കണ്ടു. നമ്മുടെ സിറ്റി ഗോൾഡിന്റെ ഹാജിയാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദെ ഇന്നവിടെ ഇന്റർവ്യൂ നടന്നു, 19ഓളം കുട്ടികൾ, പെൺകുട്ടികൾ. നിങ്ങൾ ആലോചിച്ച് വല്ലാത്ത അത്ഭുതം തോന്നി സഹോദര. അവിടെ ഉസ്താദ് പറഞ്ഞു 27 പെൺകുട്ടികൾ. നിങ്ങൾ ചിന്തിക്കണം, 27 പെൺകുട്ടികൾ. 10ാം ക്ലാസ് A+ വാങ്ങുന്നവന് 10ാം ക്ലാസ് A+ വാങ്ങിയ സ്റ്റേജ് കെട്ടിയിട്ട് സ്വീകരണം അല്ലേ? 10ാം ക്ലാസ് A+ വാങ്ങിച്ച സ്റ്റേജ് കെട്ടിയിട്ട് സ്വീകരണം. ആ അവിടുന്ന് പറഞ്ഞു അവരുടെ സ്ഥാപനം അടക്കത്ത് വയൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ബനാത്തിൽ 27 പെൺകുട്ടികൾ ഒറ്റ ഇരിപ്പിൽ ബാത്റൂമിലും ഉളവെടുക്കാനും കുളിക്കാനും സമയം കൊടുത്തു. 10 മണിക്കൂർ കൊണ്ട് 27 പെൺകുട്ടികൾ ഖുർആനിന്റെ 114 സൂറത്തുകൾ തെറ്റില്ലാതെ ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതി. നിങ്ങളുടെ മക്കൾ ഓതുവോ? എന്ത് കൊടുക്കും? ഒറ്റ ദിവസം ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒളിവെടുക്കാനും ബാത്റൂമിൽ പോകാനും കുളിക്കാനും സമയം കൊടുത്തു. 10ഓ 10.5 മണിക്കൂറുകൾ കൊണ്ട് ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് അൽഹംദുലില്ലാ 27 പെൺകുട്ടികൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി. അല്ലാഹുവേ, നീ ആ മക്കൾക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ.